13ാമത്തെ ചാപ്റ്റർ ലൊബുൻ എന്നാണ്. സ്വാദിന് ഡോട്ട് ഇട്ടിട്ട് ലോദ് എന്ന അക്ഷരമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ലൊബുൻ ലോ, ലൊബുൻ ലോ, ലോ ലുയ് ലു, ലോ ലുയ് ലു. എഴുതുന്ന രൂപമാണ് ആദ്യങ്ങൾ കാണിക്കുന്നത്, അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. നേരത്തെ നമ്മൾ സ്വാദിനെ എഴുതാൻ പഠിച്ചത് അതേപോലെ തന്നെയാണ് ലോദ് എഴുതേണ്ടത്. ഇത് എഴുതി ഇതുപോലെ നേരെ മേലോട്ട് പോവാം, എന്നിട്ട് താഴത്തെ ഭാഗത്ത് ഫിനിഷ് ചെയ്യാം. വീണ്ടും എഴുതാണ് ഇതുപോലെ എഴുതാം, എന്നിട്ട് താഴത്തെ ഭാഗത്ത് കൂടി പോവുക. ഈ രൂപത്തിലാണ് ലോദ് എഴുതേണ്ടത്. എന്നിട്ട് ലോദ് എഴുതുമ്പോൾ അതിൻ്റെ മേലെ ഒരു ഡോട്ടും കൂടി ഇൻഷാ അല്ലാഹ് ഇട്ട് പഠിക്കാം. ഇതാണ് നമ്മൾ ലോദ് എന്ന അക്ഷരം പറയേണ്ടത്. ലോ ലുയ് ലു, ലോ ലുയ് ലു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിൽ സ്വാദും ലോദും എഴുതുന്ന രൂപം തന്നെയാണ്, മേലെ ഒരു ഡോട്ട് ഇടണം എന്നാണ് ലോദിൻ്റെ വ്യത്യാസമുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ കാണുന്ന ഭാഗങ്ങൾ അത് നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതി പരിശീലിക്കുക. പിന്നെ അത് ഇവിടെ കാണുന്ന കോളത്തിലുള്ള ഒരു വേർഡുകളും 5 വട്ടം എഴുതുക. നമ്പർ 1 മുതൽ മേലോട്ടേക്ക് എഴുതി ഇൻഷാ അല്ലാഹ് നന്നായിട്ട് പരിശീലിക്കുക. പിന്നെ അതിൽ പ്രധാനപ്പെട്ട വേർഡാണ് നമ്മൾ ലോദിന് വ്യത്യസ്തമായിട്ടുള്ള ഹർക്കത്തുകൾ ഒക്കെ എഴുതി വായിക്കുന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത്, ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ളിർസുൻ ളുയ്, ഖുദ്റുൻ ഖുൽ, മുളീഉൻ ളുയ്, മരീളൻ ലൻ, ഗറദുൻ ലുൻ, ളുറൂഉൻ ലു, ളാരിബുൻ ലാ, വുളൂഉൻ ലൂ, റാളിൻ ലിൻ. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ഓരോ വേർഡുകളും നന്നായിട്ട് വായിച്ച് പരിശീലിക്കണം. അതുപോലെ തന്നെ ഖുർആനിൻ്റെ ആയത്താണ് ഇനി പറയുന്നത്, അത് ശ്രദ്ധിക്കുക. 53 പേജിലുള്ള ഭാഗത്താണ് ഈ ഖുർആൻ്റെ ആയത്തുള്ളത്, ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലദ്ദാല്ലീൻ, വലദ്ദാല്ലീൻ, വലാ യുളാറ കാതിബുൻ, വലാ യുളാറ കാതിബുൻ, റാദിയതൻ മർദിയ, റാദിയതൻ മർദിയ. ഇൻഷാ അല്ലാഹ് രൂപത്തിൽ നന്നായിട്ട് ഓതി പഠിക്കുക. ലോദ് നന്നായി ഓതുമ്പോൾ ശ്രദ്ധിച്ചു ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ രൂപം നിങ്ങൾ QR കോഡ് സ്കാൻ ആക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഓതാൻ പറ്റും ഇൻഷാ അല്ലാഹ്. നന്നായിട്ട് പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.